പ്രണയബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ കാമുകനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ യുവതി. കോതമംഗലം സ്വദേശിനിയായ അദീന കാമുകൻ അൻസിലിനെ വിഷം കൊടുത്തു കൊന്നത് 2 മാസം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ്. അതിനായി അവൾ തിരഞ്ഞെടുത്തത് പാറശാലയിലെ ഗ്രീഷ്മയുടെ വഴികൾ. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ ശീതളപാനീയത്തിൽ വിഷം ചേർത്ത് നൽകി. പിന്നീട് അദീന തന്നെ യുവാവിൻ്റെ വീട്ടുകാരെ ഫോണിൽ വിളിച്ച് അൻസിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് അറിയിക്കുന്നു. കാമുകൻ വീട്ടിലെത്തുന്നതിന് മുൻപ് CCTVയുടെ DVR എടുത്തു മാറ്റി. മൊബൈൽ ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. വിഷം വാങ്ങിയതിൻ്റെയും അത് വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെയും തെളിവുകളാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. അൻസിൽ ആത്മഹത്യാശ്രമം നടത്തിയെന്ന രീതിയിലാണ് ഇയാളുടെ വീട്ടുകാരെ അദീന അറിയിച്ചത്. പക്ഷേ സംശയം തോന്നിയ പോലീസ് തുടക്കത്തിൽ തന്നെ ഇവരെ നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ 31 പുലർച്ചെയാണ് അൻസിലെത്തിയത്. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളപാനീയത്തിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു. വിഷം അകത്തു ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. അദീന അൻസിലിൻ്റെ വീട്ടുകാരെയും വിവരമറിയിച്ചു. ആത്മഹത്യാശ്രമം എന്നാണ് അദീന പോലീസുകാരോടും വീട്ടുകാരോടും പറഞ്ഞത്. എന്നാൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അദീന കൊലപാതകം നടപ്പാക്കിയത്. ആസൂത്രണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തും മുൻപ് വീട്ടിലെ CCTVയുടെ DVR അദീന എടുത്തു മാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. വിഷം വാങ്ങിയതിൻ്റെയും വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചു. ടിപ്പർ ഡ്രൈവറായ അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അദീന അവിവാഹിതയാണ്. അദീന വിഷം നൽകിയെന്ന് ആംബുലൻസിൽ വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് അദീന പോലീസിന് നൽകിയ മൊഴി. 2 മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിരുന്നു. ഈ കേസ് 2 ആഴ്ച മുൻപ് അദീന പിൻവലിച്ചു. പണം നൽകാമെന്ന അൻസിലിൻ്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചത്. എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ദിവസം വീണ്ടും വഴക്കുണ്ടായി. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. അൻസിലിൻ്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. ധർമ്മസ്ഥലയിലെ